നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അതിനെ കൃത്യമായി എണ്ണി വയ്ക്കാറുണ്ട്. അന്നും ഞാൻ തന്നെ താഴ്ന്നു കൊടുത്തു. ഇതാ ഇപ്പോഴും ഞാൻ തന്നെ താഴേണ്ടി വരുന്നു. ഇന്നലെയും ഞാൻ മാത്രമാണ് താഴ്ന്നു നിന്നത്. ഇനി എത്ര തവണ എനിക്കിങ്ങനെ താഴ്ന്നു നിൽക്കേണ്ടി വരും? ഞാൻ മാത്രം എന്തിന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം? ഈ വീട്ടിൽ ഞാൻ മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അവനവനെ എന്താക്കി മാറ്റുകയാണ് ചെയ്യുന്നത്? ഞാൻ എത്ര പാവമാണ്. അഡ്ജസ്റ്റ് ചെയ്യുകയും മറ്റുള്ളവർക്ക് മുന്നിൽ താഴ്ന്നു കൊടുക്കുകയും ചെയ്യുന്നവർ പാവങ്ങളാണോ അതോ ശക്തിശാലികളാണോ? അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ പറയേണ്ടത്? ഞാൻ വളരെ ഹെൽത്തിയാണ് എന്നാണ് ഇനി മുതൽ പറയേണ്ടത്. എത്രയധികം മറ്റുള്ളവർക്ക് മുമ്പിൽ വിനയത്തോടെ താഴ്മയോടെ നിൽക്കുന്നുവോ അവരുടെ ഹെൽത്ത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ആരെങ്കിലും ഫിസിക്കലി ബെൻഡിങ് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഹെൽത്ത് എങ്ങനെയാവും ഉണ്ടാവുക? ആദ്യമായി കുനിയുമ്പോൾ വേദനയുണ്ടാവും. അതുപോലെ തന്നെ ആദ്യമായി താഴ്മയോടെ നിൽക്കേണ്ടി വരുമ്പോൾ അതിൽ വിഷമം തോന്നും. എനിക്ക് താഴേണ്ടി വന്നുവല്ലോ എന്നും തോന്നും. വീണ്ടും 5-6 പ്രാവശ്യം താഴ്മയോടെ നിൽക്കേണ്ടി വരുമ്പോൾ എനിക്ക് താഴേണ്ടി വന്നുവല്ലോ എന്ന ഫീലിംഗ് വരുന്നത് ഇല്ലാതാകും. നമ്മൾ വിനയത്തോടെയാണ് നിൽക്കുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാവാതെയാവും. എന്തെങ്കിലും ചെയ്തിട്ട് വിഷമം ഉണ്ടാവുമ്പോഴാണ് നമുക്കത് ഓർമ്മ നിൽക്കുക. എന്നാൽ വിനയത്തോടെ പെരുമാറാൻ പഠിച്ചാൽ വേദനകൾ ഉണ്ടാകുന്നത് താനെ ഇല്ലാതാകും. അതുകൊണ്ടാണ് താഴ്മയോടെ നിൽക്കുന്നവർ ഹെൽത്തിയാണ് എന്ന് പറയുന്നത്. വിനയമുള്ളവർ ശക്തിശാലികളാണ്. താഴ്മയോടെ പെരുമാറാത്തവർ ദുർബലരും രോഗികളുമാണ്. അവർ സ്റ്റിഫാണ്. ഇതുകൊണ്ടാണ് അഹങ്കാരത്തിനെ നമ്മൾ കടുംപിടുത്തം എന്ന് പറയുന്നത്. കടുംപിടുത്തക്കാർക്ക് താഴ്മയോടെ നിൽക്കാനാവില്ല. അവർക്ക് താഴാനാവില്ല. സ്റ്റിഫാണ്. ഫ്ലെക്സിബിൾ അല്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനാവില്ല. മറ്റുള്ളവർക്കൊപ്പം സ്വന്തം സംസ്കാരങ്ങളെ ഇണക്കി കൊണ്ടുപോകാനും അവർക്ക് കഴിയില്ല. താഴ്മയോടെ നിൽക്കാനാവില്ല. താഴ്മയോടെ വിനീതമായി നിൽക്കാനും പ്രാക്ടീസ് ചെയ്യണം. അടുത്തുള്ളയാൾ മോശമായി പെരുമാറിയാലും നിങ്ങൾ താഴ്മയോടെ നിൽക്കുക. സ്നേഹത്തോടെ തന്നെ അവരോട് സംസാരിക്കുക. വീണ്ടും പഴയ പോലെ തന്നെ പെരുമാറിയാൽ പിന്നെയും നിങ്ങൾ സ്നേഹത്തോടെ തന്നെ അവരോട് സംസാരിക്കുക.